എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. OET സ്പീക്കിങ്ങിൽ സർജറിക്ക് ശേഷം പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന പേഷ്യൻറ്റിൽ നിന്ന് എങ്ങനെ എഫക്റ്റീവായി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. OET സ്പീക്കിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലെ വൺ ഓഫ് ദ ക്രൈറ്റീരിയാസ് ആണ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് OET സ്പീക്കിങ്ങിൽ ഉയർന്ന സ്കോർ നേടുവാൻ നമ്മളെ സഹായിക്കും. എങ്ങനെ എഫക്റ്റീവായി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാമെന്ന് 5 ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സഹായത്തോടെ OET തന്നെ പറയുന്നുണ്ട്. സോ നമുക്കൊരു റോൾ പ്ലേ കാർഡ് എക്സാമ്പിളായി എടുത്തുകൊണ്ട് ഈ 5 ഇൻഡിക്കേറ്റേഴ്സ് ഫുൾഫിൽ ചെയ്ത് എങ്ങനെ എഫക്റ്റീവായി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ റോൾ പ്ലേ കാർഡിൽ നിന്ന് അനലൈസ് ചെയ്യാൻ നോക്കാം. റോൾ പ്ലേ കാർഡ് വായിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറി കഴിഞ്ഞിരിക്കുന്നൊരു വിമനാണ്. അതുപോലെ തന്നെ ആൾക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൾ ആ ഒരു പെയിനെ സംബന്ധിച്ച് ആങ്ഷ്യസുമാണ്. സോ ടാസ്കിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ഷൻ. സോ ഇവിടെ ആൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇഷ്യൂവിൻ്റെ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനാണ്, അതായത് പെയിനെ പറ്റി കൂടുതൽ ചോദിച്ചറിയുക എന്നുള്ളത്. സോ നമുക്ക് ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനുശേഷം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഇൻഫർമേഷൻ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പെർമിഷൻ വാങ്ങിക്കണം പേഷ്യൻറ്റിൽ നിന്ന്. സോ യു ക്യാൻ യൂസ് സെൻറ്റൻസസ് ലൈക്ക് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് ഷാൾ ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു യുവർ പെയിൻ. You may also ask, could you please answer some questions related to your pain to get a clear picture of what you are experiencing? So, ഇങ്ങനെ നമ്മൾ പെർമിഷൻ എടുത്തു കഴിഞ്ഞിട്ട് you can start asking the questions. Firstly, you can ask, could you please share your experience with the pain you are currently feeling after the hip replacement surgery? Secondly, you can ask, what specific activities or movements seems to trigger your pain? Thirdly, how would you describe the nature of your pain? On a scale of 0 to 10, 0 being no pain and 10 being the worst pain imaginable, how would you rate your pain? You can also ask, have you noticed any swelling or redness along the surgical incision site that happens to coincide with the pain? Can you pinpoint the location of your pain? Is it localized to the surgical area alone or does it extend to any other region? Finally, you can ask, how effective has been the pain medication for you in managing your pain? സോ ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ഓഫ് കോഴ്സ് മറുപടി തരുന്നുണ്ടായിരിക്കും. സോ നമ്മൾ ചോദ്യം ചോദിച്ചതിന് ശേഷം പേഷ്യൻ്റെ മറുപടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, താങ്ക് യു ഫോർ ആൻസറിങ് മൈ ക്വസ്റ്റ്യൻസ് മിസ് എലിസബത്ത്. ഫ്രം യുവർ ആൻസേഴ്സ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് യു ആർ എക്സ്പീരിയൻസിങ് ആൻ ഇൻറ്റൻസ് ലെവൽ ഓഫ് പെയിൻ അറ്റ് ദ സർജിക്കൽ ഇൻസിഷൻ സൈറ്റ് and you have noticed redness along the area and the effectiveness of the medication has been moderate in managing your pain. Is there anything else that you would like to add or clarify regarding your pain experience? ഇനി നമുക്ക് ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 5ാമത്തെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കാം. ഇറ്റ് സേസ് സമ്മറൈസിങ് ഇൻഫർമേഷൻ ടു എൻകറേജ് കറക്ഷൻ ഓർ ഇൻവൈറ്റ് ഫർദർ ഇൻഫർമേഷൻ. സോ ഓഫ് കോഴ്സ് നമ്മൾ 5ാമത്തെ ആ ഇൻഡിക്കേറ്റർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് ഏറ്റവും അവസാനം സമ്മറൈസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, പേഷ്യൻ്റ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം. അക്കൂടെ തന്നെ നമ്മൾ പറഞ്ഞതിൽ ഉപരി എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഉണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4ാമത്തതൊന്ന് നോക്കാം. 4ാമത്തെ ഇൻഡിക്കേറ്റർ വിച്ച് ഈസ് ക്ലാരിഫയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ വേഗ് ഓർ നീഡ് ആംപ്ലിഫിക്കേഷൻ. സോ നമ്മൾ നോക്കിയ സിനോറിയോയിൽ 4ാമത്തെ അത് ആപ്ലിക്കബിൾ അല്ല. അത് നമ്മൾ എക്സാം ടൈമിൽ പേഷ്യനോട് സംസാരിക്കാൻ നേരത്താണ് മനസ്സിലാകുന്നത്. അതായത് പേഷ്യൻ്റ് എന്തെങ്കിലും വേഗമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കണം. അതായത് നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണ് പെയിനെ പറ്റി, കുഡ് യു പ്ലീസ് ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് യുവർ പെയിൻ എന്ന് നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണെങ്കിൽ, സപ്പോസ് പേഷ്യൻ്റ് പറയുവാണ് ദ പെയിൻ ഹാസ് ബീൻ റിയലി ഹാർഡ് ഓൺ മീ, അത്ര മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ അത് ഏത് ടൈപ്പ് ഓഫ് പെയിൻ ആണെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എടുത്ത് ചോദിക്കാം, കുഡ് യു പ്ലീസ് ടെൽ മീ വെദർ യു ആർ എക്സ്പീരിയൻസിങ് എ ഷാർപ്പ് പെയിൻ ഓർ എ ബ്ലണ്ട് പെയിൻ. ഇനി നമുക്ക് 3ാമത്തെ ഇൻഡിക്കേറ്റർ നോക്കാം, നോട്ട് യൂസിങ് കോമ്പൗണ്ട് ഓർ ലീഡിങ് ക്വസ്റ്റ്യൻസ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം. കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ 2-3 ഇൻഫർമേഷൻ പേഷ്യൻറ്റിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എടുത്ത സിനിയോറിൽ തന്നെ നമ്മൾ പേഷ്യനോട് ചോദിക്കുകയാണ്, ക്യാൻ യു പ്ലീസ് ടെൽ മീ ദ ഇൻറ്റൻസിറ്റി ആൻഡ് ലൊക്കേഷൻ ഓഫ് യുവർ പെയിൻ. സോ ഇവിടെ നമ്മൾ 2 കാര്യം ഒരുമിച്ച് ചോദിക്കുകയാണ്, ഇൻറ്റൻസിറ്റിയും ലൊക്കേഷനും ഒറ്റയടിക്ക് പറഞ്ഞു തരാവുന്നത്. സോ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പിന്നെ എന്താണ് ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആൻസർ തരത്തക്ക വിധം ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, യുവർ പെയിൻ മെഡിക്കേഷൻ ഹാസ് ബീൻ എഫക്റ്റീവ് ഫോർ യു ഇസൻറ്റ് ഇറ്റ്. ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുവാണ്, അതായത് എഫക്റ്റീവ് ആണ് എന്നുള്ള ആൻസർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. സോ ഇങ്ങനത്തെ ചോദ്യം ഒഴിവാക്കേണ്ടതാണ്. ഇനി നമുക്ക് 2ാമത്തെ ഇൻഡിക്കേറ്റർ നോക്കാം. 2ാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ് പറയുന്നത്, തുടക്കത്തിൽ ഓപ്പൺ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്തിട്ട് ഗ്രാജുവലി ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഇനി എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോട് സബ്ജക്റ്റീവ് ഡീറ്റെയിൽ ചോദിക്കുകയാണ്, അതായത് പേഷ്യൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പേഷ്യൻ്റെ സ്വന്തം വേർഡ്സ് ഉപയോഗിച്ച് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് പീസ് ഓഫ് ഇൻഫർമേഷൻ ചോദിക്കുകയാണ് പേഷ്യൻറ്റിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ, ത്രോബിംഗ് പെയിൻ ആണോ അതോ മൈൽഡ് പെയിൻ ആണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്,
എപ്പോഴും പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ സമയത്ത് മാത്രമുള്ള പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് യെസ് ഓർ നോ ടൈപ്പ് ഓഫ് ആൻസർ കിട്ടുന്ന ക്വസ്റ്റനോ അല്ലെങ്കിൽ സ്പെസിഫിക് ആൻസർ ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കുന്നതിനെയാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് സമയത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസിൽ നിന്ന് തുടങ്ങി ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റൻസിലോട്ട് പോവുക. ഇനി നമ്മൾ ചോദിച്ച ലിസ്റ്റ് ഓഫ് ചോദ്യം എടുത്ത് അനലൈസ് ചെയ്യാനായിട്ട് മനസ്സിലാവും. ആദ്യത്തെ 3 ക്വസ്റ്റൻസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസ് ആണ്. അതായത് പേഷ്യൻറ്റിനോട് കൂടുതൽ സംസാരിപ്പിക്കാൻ തക്കവിധമുള്ള ക്വസ്റ്റൻസ് ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ പേഷ്യൻറ്റിനോട് പറയുന്നത് എന്താണ്, ടെൽ മീ ഇൻ യുവർ ഓൺ വേർഡ്സ് അബൌട്ട് ദ പെയിൻ യു ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. രണ്ടാമത്തേതായാലും മൂന്നാമത്തേതാണെങ്കിലും എന്താണ്, അതും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസ് ആണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആളുടെ സബ്ജക്റ്റീവ് ഡാറ്റ പറയാൻ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റൻസ് ആണ്. അതിനുശേഷം താഴത്തോട്ട് നോക്കുകയാണെങ്കിൽ പെയിൻ സ്കെയിൽ മുതൽ താഴത്തോട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം നമ്മൾ സ്പെസിഫിക് ഇൻഫർമേഷൻ ചോദിക്കുന്നുണ്ട്. പെയിൻ സ്കെയിൽ ഇൻറ്റൻസിറ്റി റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എക്സാക്ട് ലൊക്കേഷൻ, അതായത് പെയിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അതുകൂടെ തന്നെ അത് വേറെ എങ്ങോട്ടെങ്കിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി പെയിൻ മെഡിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സും ചോദിക്കുന്നുണ്ട്. ഇതെല്ലാത്തിനും ഒരു 1 വേർഡ് ഉത്തരം തരാൻ പറ്റുന്നതാണ് പേഷ്യൻറ്റിന്. സോ ഇങ്ങനത്തെ ചോദ്യമാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റൻസിൽ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഗ്രാജുവലി മൂവ് ടു ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റൻസ്. ഇനി നമുക്ക് ആദ്യത്തെ ഇൻഡിക്കേറ്റർ നോക്കാം. ഇറ്റ് സേസ് ഫെസിലിറ്റേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ് വിത്ത് ആക്റ്റീവ് ലിസണിംഗ് ടെക്നിക് മിനിമൈസിങ് ഇൻട്രപ്ഷൻസ്. അതായത് ഇവിടെ നമ്മൾ റെസ്പെക്ട്ഫുൾ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബേസിക്കലി പറയുന്നത്. ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ പേഷ്യൻറ്റ് ഒരുക്കി കൊടുക്കുക. അതായത് നമ്മൾ ഇൻട്രപ്റ്റ് ഒന്നും ചെയ്യരുത്. പേഷ്യൻറ്റ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളത് ഒരിക്കലും കട്ട് ചെയ്ത് പറയരുത്. അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അതുപോലെ നമുക്ക് നോൺ വെർബൽ ഗസ്റ്റേഴ്സ് ആയ നോഡിങ്ങും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. വെർബൽ എക്സ്പ്രഷൻസും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഐ സീ, ഓ, ഐ അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെയൊക്കെ പേഷ്യൻറ്റ് പറയാൻ നേരത്ത് നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യാവുന്നതാണ്. I hope you have understood all the indicators for information gathering. I hope the video was helpful for you. So next time when you are gathering information from a patient in your OET speaking, try to follow the criteria correctly. See you in the next video.